നമ്മുടെ കളങ്കാവൽ സിനിമ ഉണ്ടല്ലോ, കോടികൾ കോടികൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ ഈ അടുത്ത് ഇറങ്ങിയ സിനിമ, അതായത് കൊറോണയ്ക്ക് ശേഷം ഇറങ്ങിയ സിനിമ ഏറ്റവും വേഗതയിൽ 100 കോടി ക്ലബിലേക്ക് കുതിക്കുന്ന ഒരു മലയാള സിനിമ മമ്മൂക്കയുടെ, അത് കളങ്കാവലായിരിക്കും. 7 ദിവസം കൊണ്ട് 65 പോയിൻറ്റ് സംതിങ് കോടിയാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇനിയും ദിവസങ്ങൾ, അതായത് ഫസ്റ്റ് വീക്കിനേക്കാൾ കൂടുതൽ സെക്കൻഡ് വീക്കിൽ അതിൻ്റെ തിയേറ്ററിൻ്റെ എണ്ണം കൂടി, പ്രേക്ഷകരുടെ പ്രശംസകൾ കൂടി, ഒരുപാട് പല രീതിയിലുള്ള സിനിമാക്കാരല്ലാതെ തന്നെ വേറെ പല പല പ്രമോഷനുകളായിട്ടും ഒരുപാട് എവിടെയും ചർച്ച ഇപ്പോൾ കളങ്കാവൽ പല രീതിയിൽ അതിൻ്റെ സോങ് ആയിട്ടും അതിൻ്റെ ഓരോ വീഡിയോൻ്റെ ഓരോ കട്ടിങ് ആയിട്ടും എല്ലാം കൊണ്ടും ഇപ്പോൾ എല്ലായിടത്തും കളങ്കാവൽ എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയം കേട്ടോ. കാരണം മമ്മൂട്ടി കമ്പനി ഒരു പടം നിർമ്മിക്കുന്നു, അതിൽ 7ാമത്തെ പടമാണ്. അതൊരു മമ്മൂക്ക ഒരു വില്ലനായിട്ട് വരുന്നുള്ള ഒരു റൂമർ കാര്യങ്ങളൊക്കെ, എന്നാലും അവരത് കൺഫേം ചെയ്തില്ല. മമ്മൂക്ക ഒരു വില്ലനാണ്, മമ്മൂക്ക എന്ത് ക്യാരക്ടറാണെന്ന് ചെയ്തെന്ന് അവർ കൺഫേം ആകില്ല. പക്ഷെ നമുക്ക് പോകെ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിൻ്റെ പ്രീ റിലീസ് ഇവൻറ്റിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ പ്രതിനായക, അപ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷകൾ കൂടി. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു സിനിമയുടെ അതായത് ഈ സിനിമ ഏത് രീതിയിലാണ് നമുക്ക് സമ്മാനിക്കുക, ഒരിക്കലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ ഒരു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു വെറൈറ്റി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. പക്ഷേ ഇത് നമ്മളെ കാരണം വില്ലനിസം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫേസിലൊക്കെ ഉദിക്കുന്ന ഓരോ എക്സ്പ്രഷനൊക്കെ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോണ രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് അദ്ദേഹം പ്രത്യേകിച്ച് സിഗരറ്റായിട്ടുള്ള ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, തിയേറ്ററിലൊക്കെ ഭയങ്കര ഓളം സൃഷ്ടിച്ചാണ്. കാരണം പുള്ളിക്ക് ആ സിഗരറ്റിനെ കടിച്ച് പിടിച്ച് ഇറക്കിയിട്ട് തുപ്പണ സീനൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ഒരു സിനിമയിൽ മുൻപൊരു സിനിമയിൽ മമ്മൂക്കയും ചെയ്തിട്ടില്ല, മറ്റൊരു താരങ്ങളും ചെയ്തിട്ടില്ല. അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നിട്ടിട്ട് അദ്ദേഹം വെറുതെ എല്ലാം മെഗാ സ്റ്റാറായിട്ടും സൂപ്പർ സ്റ്റാറായിട്ടും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം 2005 റിലീസായ നമ്മുടെ രാജമാണിക്യം പക്കാ തിരുവനന്തപുരം സ്ലാങ്ങിൽ അദ്ദേഹം വന്ന് തകർത്താടി തിമിർത്ത് പോയ പടമാണ്. അതിൽ അദ്ദേഹം തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞെങ്കിലും അത് വേറൊരു മോഡുലേഷനിൽ, വേറൊരു രീതിയിൽ, വേറൊരു ക്യാരക്ടറായിട്ട് അദ്ദേഹം ഇതിൽ തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസനീയത്തിനപ്പുറം, കാരണം അത് രണ്ടിലുള്ള ഡിഫറൻറ്റ് നമുക്ക് എടുത്ത് മനസ്സിലാവും. കാരണം പുള്ളിയുടെ ക്യാരക്ടർ മാറുമ്പോൾ പുള്ളിയുടെ ആ ഒരു സ്ലാങ്ങിൻ്റെ രീതി തന്നെ മാറുന്നത്, അതും മലയാള സിനിമയിൽ ഒരു നടനും എത്ര വലിയ നടനാലും എത്ര കംപ്ലീറ്റ് ആക്ടർ വന്നാലും നടത്തിക്കില്ല. കാരണം അത് മമ്മൂക്കയ്ക്ക് മാത്രം നടക്കുന്നൊരു സംഭവമാണ്. അത് ആര് വെല്ലുവിളിച്ചിട്ടും കാര്യമില്ല, അത് മമ്മൂക്കയ്ക്ക് മാത്രമേ കഴിയൂ. ഇന്ന് യൂത്തന്മാർക്ക് പോലും അദ്ദേഹത്തോട് കിടപിടിക്കാൻ കഴിയില്ല മക്കളും. എന്തായാലും ഏറ്റവും വേഗതയിൽ പോകുന്ന ഒരു 100 കോടി ക്ലബിലെത്തുന്ന മമ്മൂക്കയുടെ ചിത്രമാകും കളങ്കാവലും. എന്തായാലും വരും ദിവസങ്ങളിൽ ഹോളിഡേയും കാര്യങ്ങളൊക്കെ ആയിട്ട് വമ്പൻ കളക്ഷൻ, കാരണം ബുക്കിങ്ങൊക്കെ വമ്പൻ ബുക്കിങ്ങാണ്, തിയേറ്ററിലൊന്നും ടിക്കറ്റ് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും 100 കോടി അടിച്ചിട്ട്, 100 കോടിയില്ല അതിൻ്റെ മുകളിലൊക്കെ അടിച്ചിട്ട് തന്നെ നമ്മൾ പോവുള്ളൂ, കളം വിടുള്ളൂ. ഒരുപാട് നല്ല സിനിമകൾ ഇനിയും നമ്മുടെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ്റെ ബാനറിൽ വരാണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യുക. കളങ്കാവലി എന്തൊക്കെ എത്തിപ്പിടിക്കുന്നുള്ളതിൽ വെയിറ്റിങ്ങിലാണ് നമ്മളൊക്കെ.